ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. രാമായണം ബാലകാവ്യം ക്രിയാമാർഗോപദേശം തുടർച്ച. അംഗങ്ങളിൽ മന്ത്രശക്തിയെ കൽപ്പിക്കും മന്ത്രന്യാസവും സാദരം ചെയ്തിട്ടനന്തരം കുംഭങ്ങളും കുസുമാദികളുമെല്ലാം സമ്പൂർണ്ണ ഭക്തിയാൽ വെച്ചിടേണം. അർഘ്യപാദാദ്യപ്രധാനമായുള്ളതും മധുപാർക്കാർത്ഥമാചനമാർത്ഥം തുടങ്ങിയ പാത്രങ്ങളേവയും വയ്ക്കണം നിർണയം. പാരമ്യഭക്തിയാൽ മറ്റൊന്നും നനയ്ക്കാതെ മിന്നൽ പോലെ ജ്വലിച്ചിടും ഭക്തിയാൽ നിൻ ഹൃദയം പരിപൂരിതമാകണം. നീ അർച്ചന ചെയ്യുമാ പുണ്യപ്രതിമയെ ചിൽപുരുഷനായി കാണുമാറാകണം. അർഘ്യപാദ്യങ്ങളും വസ്ത്രഭൂഷകളും ധൂപദീപങ്ങളും നീരാജനവും മറ്റുമെത്രയും ശാസ്ത്രപ്രകാരേണ അർപ്പിച്ചാൽ അത്രയും തൃപ്തി എനിക്കുണ്ടെന്നറിഞ്ഞാലും ഹോമകുണ്ഠത്തിൽ അഗസ്ത്യോക്തമാർഗേണ മൂലമന്ത്രം ജപിച്ചർച്ചന ചെയ്കിലും നിത്യവും ഭക്തിയാ പുരുഷ സൂക്തം ജപിച്ചർച്ചന ചെയ്കിലും ഉത്തമം തന്നെ. വന്യയെ മധ്യസ്ഥിതനായി ചിന്തിച്ച് മനസ്സേ ഭക്തി നിറച്ചുകൊണ്ട് പാർശ്വസ്ഥിതരായ ദേവകൾക്കും ബലിദാനങ്ങൾ ചെയ്ത് സമാപ്തി കുറിക്കണം. നാഗവല്ലീതലം ചർവണം ചെയ്യാനായി ദേശികർക്കേവർക്കും ദക്ഷിണയേകി പാദാംബുജങ്ങളിൽ നമസ്കാരവും ചെയ്ത് പ്രീതി വരുത്തി വസിപ്പൂ ബുധോത്തമൻ. ദേവകളെയെല്ലാം ചിത്തേയുറപ്പിച്ച് സ്തുതിഗീതങ്ങൾ ചൊല്ലി ആനന്ദം പൂണ്ട് ദേഹാംഗങ്ങളിൽ പ്രസാദം ധരിച്ച് തേജസ്സോടെ വസിക്കും അവർ നിത്യവും. ഇത്തം മയോക്തമായുള്ള ക്രിയാമാർഗം കൃത്യതയോടെ നിത്യമനുഷ്ഠിക്കിലോ ഭക്തിയാൽ കേൾക്കിലോ ചൊല്ലി പഠിച്ചാലോ സൗഖ്യം പൂർണമായുണ്ടാകും നിർണയം. ഭക്തിസാന്ദ്രമായ കാര്യങ്ങളെല്ലാം യുക്തിസഹമായി ചൊല്ലിയ രാമൻ തന്നിഷ്ട സഹജനാം സൗമിത്രിയെ ദ്രുതം കർമ്മബന്ധനായി തീർക്കാൻ ദുഃഖം ഭാവിച്ചു. ഹേ വിദേഹാത്മജേ മൈഥിലീ ദേവി, ഈ കാനനം തന്നില ഗഹ്വരം തന്നിൽ ഞാൻ പ്രാലേയവാദാഭിപീഡകളേറ്റ് നിന്നോർമ്മയിൽ രോദനം ചെയ്തു വസിക്കുന്നു. തന്മായാ വൈഭവത്താൽ ഇങ്ങനെ വിലപിച്ച് ജാത നിർവേദനായി തീർന്ന ശ്രീരാമന് തൻ സോദരൻ തൻ്റെ വാക്യാമൃതം ഏറെ സാന്ത്വനമേകീക്ഷണം തന്നെ. ഹനുമാൻ സുഗ്രീവ സംവാദം. മർക്കട ശ്രേഷ്ഠനാം മർക്കതനയനോടൊരു ദിനം മാരുതി ഏവം കഥിച്ചു. മുന്നമേ ചൊന്ന പ്രകാരേണ നമ്മൾ ഭൗമിയെ രാമ സവിധേ എത്തിക്കണം. അതിനായി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവനീപതേ നീ അഞ്ജസാ ചെയ്യണം. ഗിരിശൃംഗം തന്നിലെ ഗഹ്വരം തന്നിൽ അനുനിമിഷം തപ്തനായി മരുവുന്നു രാമൻ. അഭിഷേകം ചെയ്യിച്ച് നൃപനായ ശേഷം മതിമറന്ന് നീ മരുവുന്നു നിത്യവും. ഉപകാര സ്മരണകൾ ചിത്തത്തിൽ സൂക്ഷിക്കും ഭണധരങ്ങൾ പോലുമെന്നു ചൊൽവൂ ജനം. മർക്കടഭാവേന കാമിനിമാരൊത്ത് മധുപാനവും ചെയ്തങ്ങാസക്തി പൂണ്ട് മരുവിയാൽ നിനക്കെടോ നിന്നഗ്രജനെ പോൽ മരണം ഭവിച്ചിടുമെന്നറിയേണം നീ. മാരുതി തന്നുടെ വചനങ്ങൾ കേട്ട് ഭീതിയാൽ വ്യഥ പൂണ്ട ഭാനുതനയൻ വേഗേന തന്നെ വാനര സൈന്യത്തെ ആനയിക്കുവാൻ ഉത്തരവേകി. ശ്രീരാമന്റെ വിരഹതാപം.
സീതാ സീതാ എന്ന് കേണുകൊണ്ടന്വഹം കാതരഗാത്രനായി രാമൻ സദാകാലം കീശപ്രവരനാം സുഗ്രീവൻ തന്നെ കാപട്യ സ്നേഹത്തിൽ ക്രുദ്ധത പൂണ്ടാൻ. സുന്ദരിമാരൊത്ത് സല്ലാപം ചെയ്ത് സാർവഭൗമനായിരിക്കും സുഗ്രീവനെ സന്ദേഹമെന്നേ നിർവഹണം ചെയ്ത് സൂര്യപുരിയിലെത്തിക്കണം ദ്രുതം. ലക്ഷ്മണന്റെ പുറപ്പാട്. എന്നുര ചെയ്ത് രാഘവൻ പിന്നെയും ഭൗമിയെ ചിന്തിച്ചു രോദനം ചെയ്യവേ സൗമിത്രി ലക്ഷ്മണൻ നിർഗമിച്ചാൻ ദ്രുതം സുഗ്രീവരാജൻ തൻ ചാരത്തേക്ക്. ബാണവും ഖഡ്ഗവും കൈകളിലേന്തി ക്രോധം സ്ഫുരിക്കും വദനവുമായി കിഷ്കിന്ധാദ്വാരേ എത്തിയ ലക്ഷ്മണൻ വർദ്ധിച്ച നാദത്താൽ ബാണമെയ്തു. പേടിച്ചരണ്ട കവിപുങ്കവരെല്ലാം ചാടി വിറച്ചങ്ങുദ്രാവം ചെയ്തപ്പോൾ ദേവേന്ദ്രപുത്രനാം അംഗദൻ തൽക്ഷണം ദാശരഥിയെ കണ്ട് കൈകൂപ്പി നിന്നു.